ആരാണോ രോഗിയെ സന്ദർശിക്കുന്നത് അവൻ കാരുണ്യത്തിൽ മുങ്ങിയവനെ പോലെയാണ്. അവനവിടെ രോഗസന്ദർശനത്തിൽ ഇരിക്കുകയും മറ്റുമെല്ലാം ചെയ്യുന്നതോറും അതിൽ തുടർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ആ കാരുണ്യം അവൻ എപ്പോഴും ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും രോഗിയെ സന്ദർശിക്കുന്നവൻ എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സുവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്ത ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രോഗവും രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബുകളാണ് അവസാന ദർസുകളിൽ നാം വായിച്ചത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ വരുന്ന അടുത്ത ബാബു ഫദ്ലി ഇയാദത്തിൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഹദീസുകളാണ്. രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഹദീസുകളാണ്. ഇതിൽ ആദ്യത്തെ ഹദീസ് അൻ അബി അസ്മാ ഖാല മൻ ആദ അഖാഹു കാന ഫീ ഖുർഫത്തിൽ ജന്ന. ആരാണോ തൻ്റെ സഹോദരനെ അവൻ രോഗിയായിരിക്കുമ്പോൾ സന്ദർശിക്കുന്നത്, അവൻ ഉണ്ടാകുന്നത് ഖുർഫത്തുൽ ജന്ന, സ്വർഗത്തിലെ ഖുർഫത്തിലാണെന്ന് പറഞ്ഞു. ഖുർഫത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത് ഹാഇതു മിനൻ നഖൽ, ഈന്തപ്പന മരത്തിന്റെ തോട്ടം, അതാണ് ഖുർഫത്ത് എന്ന് പറയുന്നത്. ഉദ്ദേശം ഒരാൾ അവന്റെ സഹോദരനായ രോഗിയെ അഥവാ അവന്റെ ഒരു മുസ്ലിം സഹോദരൻ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ അവനെ സന്ദർശിക്കുമ്പോൾ അവനാകുന്നത് സ്വർഗത്തിലെ ഒരു തോട്ടത്തിലാണ്. ഖുൽതു ലി അബീ ഖിലാബ, അബൂ ഖിലാബ എന്ന താബിഈ പണ്ഡിതനോട്, ഈ ഹദീസിന്റെ റാവിമാരിൽ ഒരാളോട് ചോദിക്കേണ്ടായി, മാ ഖുർഫത്തുൽ ജന്ന, അപ്പൊ എന്താണ് ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ? ഖാല ജന്നാഹ, അതിന്റെ തോട്ടമാണ് എന്ന് എനിക്ക് പറഞ്ഞു. ഖുൽതു ലി അബീ ഖിലാബ അൻ മൻ ഹദ്ദസഹു അബൂ അസ്മാ, അബൂ അസ്മാ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആൾ ആരിൽ നിന്നാണ് ഉദ്ധരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഖാല അൻ സൗബാൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന സൗബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞു. അഥവാ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അപ്പോ രോഗസന്ദർശനത്തിന്റെ ചില പ്രാധാന്യവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുമ്പുള്ള ചില ബാബുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ പരസ്പരം ചെയ്യേണ്ട ഹക്കും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൽ നിന്ന് ലഭിക്കേണ്ട അവകാശവും എല്ലാമാണ് രോഗസന്ദർശനം എന്നുള്ളത്. അപ്പൊ അതിൽ ആ സന്ദർശിക്കുന്നവൻ സന്ദർശിക്കുമ്പോൾ അവൻ സ്വർഗത്തിലെ ഒരു തോട്ടത്തിലാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അടുത്ത ബാബു അൽ ഹദീസ് ലിൽ മരീദി വൽ ആഇദ്, രോഗം സന്ദർശിക്കുന്നവനും അതുപോലെ തന്നെ രോഗിയും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംസാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. عن أبي بكر بن حزم ومحمد بن المنقدر في ناس من أهل المسجد عادوا عمر بن الحكم بن رافع الأنصاري. ഒരിക്കൽ താബിഈകളിൽപ്പെട്ട ചില ആളുകൾ ചേർന്നുകൊണ്ട് ഉമർ ബിൻ ഹക്കം ബിൻ റാഫി അൽ അൻസാരി ആയിട്ടുള്ള ഉമർ ബിൻ ഹക്കം ബിൻ റാഫി എന്ന വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അതിന് രോഗിയെ കിടക്കാം. ഖാലു യാ അബാ ഹഫ്സ് ഹദ്ദിസ്നാ, അപ്പോ ഈ സഹാബിയാണ്. അപ്പൊ ഈ സഹാബി രോഗിയായി കിടക്കാണ്. അപ്പൊ കാണാൻ പോയപ്പോ ഈ സഹാബിയോട് കാണാമെന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഹദീസ് ഉദ്ധരിച്ചു തരണമെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുള്ള എന്തെങ്കിലും ഹദീസ് പറഞ്ഞു തരണം. പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ
സ്വഹാബികളിൽ നിന്ന് ഹദീസ് താബീങ്ങൾ അന്വേഷിക്കലും താബീങ്ങളിൽ തബി താബീങ്ങൾ അന്വേഷിക്കലൊക്കെ വളരെ വിലപ്പെട്ട കാര്യമായി കണ്ടിരുന്ന ഒരു കാലമാണ്. കാരണം ഇന്നത്തെ പോലെ കിതാബുകളായി ക്രോഡീകരിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏത് സമയവും ലഭിക്കാവുന്ന എളുപ്പത്തിലോ ഒന്നുമല്ല അന്ന് ഹദീസുകളുള്ളത്. ഒരു ഹദീസ് കിട്ടണമെങ്കിൽ അത് ഉദ്ധരിക്കുന്ന സ്വഹാബിയുടെ അടുക്കലോ അല്ലെങ്കിൽ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ശിഷ്യന്മാരുടെ അടുക്കലോ പോയിട്ടൊക്കെ കിട്ടണം. അപ്പൊ രോഗസന്ദർശനത്തിന് ഈ സ്വഹാബിയുടെ അടുക്കിലേക്ക് ചെന്നപ്പോ സ്വഹാബികൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഹദീസ് ഉദ്ധരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു سمعت جابر بن عبد الله قال سمعت النبي صلى الله عليه وسلم يقول ജാബിർ ബിൻ അബ്ദുല്ലാഹ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് പറയാണ്. മൻ ആദ മരീദൻ ഖാദ ഫി റഹ്മ ഹത്താ ഇദാ ഖഅദ ഇസ്തഖറ ഫീഹാ. ആരാണോ രോഗിയെ സന്ദർശിക്കുന്നത് അവൻ കാരുണ്യത്തിൽ മുങ്ങിയവനെ പോലെയാണ്. അവൻ അവിടെ രോഗസന്ദർശനത്തിൽ ഇരിക്കുകയും മറ്റുമെല്ലാം ചെയ്യുന്നതോറും അതിലെ തുടർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ആ കാരുണ്യം അവൻ എപ്പോഴും ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും രോഗിയെ സന്ദർശിക്കുന്നവൻ എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുക. അപ്പൊ രോഗസന്ദർശനം വളരെയധികം ശ്രേഷ്ഠതയുള്ള, നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലിനെ പറയുന്ന ഒരു ഹദീസിൽ അല്ലെങ്കിൽ കുറച്ച് അമലുകളുടെ ഫദ്ല് പറയുമ്പോൾ ആ അമലുകൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിൽ രോഗസന്ദർശനം ഉണ്ടായിരുന്നു. അപ്പൊ രോഗിക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ രോഗസന്ദർശനം നടത്തുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ബാബു മൻ സല്ലാ ഇൻദൽ മരീദ്, രോഗിയുടെ അടുക്കൽ നിസ്കരിച്ചവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹദീസുകൾ. അഥവാ നിസ്കാരം അത് രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നിർവഹിക്കാമോ അല്ലെങ്കിൽ നിർവഹിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അൻ അത്താ ഖാല, താബിഈ പണ്ഡിതനായിട്ടുള്ള അത്താ ബിൻ അബീ റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അത്താ ബിൻ അബീ റബാഹ താബിഈങ്ങളിൽ അറിയപ്പെട്ട മദീനയിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ശരിക്കും ഇൽമു നേടുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ്. അദ്ദേഹം അടിമയായിരുന്നു, മൗലയായിരുന്നു. അടിമയുടെ പരമ്പരയിലായിട്ട് വന്നിട്ടുള്ള വലിയ തറവാടോ കുടുംബമുള്ള ആളല്ല. കാണാനൊരു ഭംഗിയില്ല, കറുത്ത് അല്ലെങ്കിൽ വിരൂപമായിട്ടുള്ള മുഖം, അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ ആ രീതിയിലുള്ള രൂപം, അതുപോലെ തന്നെ പിരടി ചെറുതായിട്ടുള്ള തല താഴ്ന്നിരിക്കുന്ന, അതുപോലെ ഒരു ഭംഗിയും ഇല്ലാത്ത രൂപമായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം അത്താ ബിൻ അബീ റബാഹയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതൊരു ദിവസം അത്താ കുട്ടിയായിരിക്കും ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുവേ ഞങ്ങളുടെ പിരടികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള ദുആ ചെയ്യാണ്. അപ്പോ ഇത് കേട്ട ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ കളിയാക്കി, അനക്ക് എവിടെ അതിന് പിരടി, കാരണം കഴുത്ത് ഇങ്ങനെ താഴ്ന്നിറങ്ങുന്ന രൂപത്തിലാണുള്ളത്. അപ്പൊ അത്താ ബിൻ അബീ റബാഹയ്ക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ അത്താ ബിൻ അബീ റബാഹ് ഉമ്മയുടെ അടുക്കലേക്ക് പോയി, ഉമ്മ എനിക്ക് സഹിക്കുന്നില്ല, കുട്ടികളൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കുകയാണ്, എത്ര കാലിച്ചിട്ടാ ഞാനിങ്ങനെ ഈ കളിയാക്കൽ സഹിക്കുക, എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മയോട് പരാതി പറയുന്ന പോലെ അത്താ ബിൻ അബീ റബാഹ് പരാതി പറഞ്ഞു. അങ്ങനെ ഉമ്മ മകനായിട്ടുള്ള അത്തായിനോട് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ആ കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ രാജാക്കന്മാർ നിന്റെ വീടിന്റെ കതകിൽ വന്നു മുട്ടും, വഴികളിൽ നിന്റെ പിന്നാലെ ആളുകൾ നടന്നു വരുന്ന, നിന്നെ ബഹുമാനിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ വരുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ കുറെ ഫضലുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അലൈക ബിതഅല്ലുമിൽ ഇൽം, അല്ലെങ്കിൽ അതുപോലുള്ള വാക്ക്, നീ ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആനും ഹദീസും പഠിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദീന് പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അത്താ ബിൻ അബീ റബാഹ് ദീന് പഠിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ വലിയൊരു സമയം ചെലവഴിച്ചു. അങ്ങനെ ഇൽമിനോടുള്ള താല്പര്യം കണ്ട് ആ അത്തായിന്റെ യജമാനൻ ഇൽമു പഠിക്കാൻ കൂടുതൽ സമയവും അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ 30-40 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മദീനയിലെ അറിയപ്പെട്ട പണ്ഡിതനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇൽമിന്റെ വിഷയത്തിൽ. അങ്ങനെ അന്നത്തെ രാജാവ്, ഓർമ്മ ശരിയാണെങ്കിൽ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അന്നത്തെ ഖലീഫ, അതായത് അന്നത്തെ ഭരണാധികാരി രാജാവ്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ചില മസ്അലകൾ, അതിന്റെ മനാസികവുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ അറിയാൻ വേണ്ടി മദീനയിലെത്തിയപ്പോൾ ഞാൻ അന്വേഷിച്ചു ആരാണ് ഇവിടെ ചോദിക്കാൻ പറ്റിയ പണ്ഡിതൻ ആരാണുള്ളത് എന്ന് എനിക്ക് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് അത്താ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത്താ ബിൻ അബീ റബാഹ് വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ കൂരയാണ്. ഈ ഖലീഫയും ഖലീഫയുടെ മകനും കൂടിയിട്ട് അത്താ ബിൻ അബീ റബാഹിന്റെ വീട്ടിൽ വന്ന് കതകിൽ മുട്ടി. അപ്പൊ അത്താ ബിൻ അബീ റബാഹിന്റെ മകനാണ് കതക് തുറന്നത്.
അപ്പോ അതിനറിയില്ല, അത് ആരാന്നറിയില്ല. വലിയ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ ചോദിച്ചു ആരാണ് വന്നിട്ടുള്ളത് ചോദിച്ചു. അപ്പോ ഇങ്ങനെ ആരൊക്കെ വലിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൂരയിലേക്ക് ആ രാജാവും മകനും കയറി അത്താബ് ബിൻ അബി റബാഹിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഹജ്ജിന്റെ മസലകൾ ഈ രാജാവ് ചോദിക്കുകയും അത്താബ് ബിൻ അബി റബാഹ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. പിന്നീട് ഒരു ഭരണാധികാരി വന്ന്, രാജാവ് വന്ന് വീട്ടിൽ വന്ന് ഇരുന്നു എന്നത് അറിഞ്ഞോടുകൂടി മുമ്പത്തേക്കാളും ആളുകൾക്കിടയിൽ അത്താഇന് പേരും പ്രശസ്തി ഉണ്ടാവുകയും വഴിയിലൂടെ പോകുമ്പോഴെല്ലാം ഇൽമു ചോദിച്ചുകൊണ്ട് തേടിക്കൊണ്ട് ആളുകൾ പിന്നാലെ വരുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത്താബ് ബിൻ അബി റബാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നുകൂടി വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ ഇൽമിന്റെ ഒരു വലിയ ഫദ്ലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളവരെ അല്ലാഹു തആല അവരുടെ സ്ഥാനം ഉയർത്തുമെന്നുള്ളത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈമാനും ഇൽമും ഉള്ളവരെ അല്ലാഹു ഉയർത്തുമെന്നുള്ളത്. അപ്പോൾ അത്താബ് ബിൻ അബി റബാഹ് അദ്ദേഹം പറയാണ്, عادني عمر بن صفوان فحضرت الصلاة فصلى بهم ابن عمر ركعتين وقال إنا سفر. عتاب بن أبي رباح പറയാണ്, عادني عمر بن صفوان. ഉമർ ബിൻ സഫ്വാൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ അത്താഇനെ സന്ദർശിക്കാൻ വന്നു. അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് ഫഹദറത്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഈ ഉമർ ബിൻ സഫ്വാന്റെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ഫസല്ല ബിഹിം ഇബ്നു ഉമർ റക്അത്തൈൻ, അവിടെ വെച്ചിട്ട് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നാ സഫ്റുൻ, ഞങ്ങൾ യാത്രക്കാരാണെന്ന് പറഞ്ഞു. അഥവാ യാത്രക്കാരായിരുന്നു. യാത്രക്കാർക്ക് എന്താണ്, പിന്നെ ഖസ്റായി നിസ്കരിക്കാം, അതുപോലെ തന്നെ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുക, മസ്ജിദിൽ പോകാൻ നിർബന്ധമില്ല. അതുകൊണ്ട് ആ രോഗിയുടെ അടുക്കൽ വെച്ച് തന്നെ നിസ്കരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ നിസ്കരിച്ച ഒരു സംഭവം കൊടുത്തു എന്ന് മാത്രം. അടുത്ത ബാബു ഇയാദത്തിൽ മുശ്രിക്, ഒരു മുശ്രിക്കിനെ രോഗ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന ഗുലാമൻ മിനൽ യഹൂദി കാന യഖ്ദുമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമരിദ. ജൂതന്മാരിൽപ്പെട്ട ഒരു ജൂത ബാലൻ, ചെറിയ ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തുകൾ ചെയ്യാറുണ്ടായിരുന്നു. അവൻ രോഗിയായി കിടന്നു. ഫതഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു, അങ്ങനെ ആ ബാലന്റെ അടുക്കൽ, രോഗിയായി കിടക്കുന്ന ജൂത ബാലന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുകയും രോഗ സന്ദർശനം നടത്തുകയും ചെയ്തു. ഫഖഅദ ഇൻദ റഅസിഹി, അങ്ങനെ ആ കുട്ടി കിടക്കുമ്പോൾ തലഭാഗത്തായിക്കൊണ്ട് ഇരുന്നു കൊണ്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകുക എന്ന് പറഞ്ഞു. ഫനദറ ഇലാ അബീഹി, അപ്പോ ആ കുട്ടിയുടെ ഉപ്പ ഉണ്ട്, ജൂതനായിട്ടുള്ള ഉപ്പ അവിടെ നിൽക്കുന്നുണ്ട്. ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. വഹുവ ഇൻദ റഅസി, ഉപ്പയും തലഭാഗത്തുണ്ട്. ഫഖാല ലഹു, അപ്പോ ആ ഉപ്പ മകനോട് പറഞ്ഞു, അതി അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചോ എന്ന് പറഞ്ഞു. ഫഅസ്ലമ, അങ്ങനെ ആ ജൂതബാലൻ ആ രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചു. ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യഖൂൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നസീഹത്ത്, അഥവാ മരണസമയം അടുത്തിരിക്കുന്ന ഒരു മുശ്രിക്ക് കാഫിർ ആ കുട്ടിയോട് എന്താണ് പറയുന്നത്? കുട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രായപൂർത്തി എത്തുന്ന ഗുലാം എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സിന്റെ അകത്താണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? നീ മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പോ ഒരു മുശ്രിക്കിനെ രോഗസന്ദർശനം നടത്തൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പാഠം ഇതിൽ നിന്നുള്ളത് സന്ദർശിക്കാൻ അനുവദനീയമാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ തറജ്ജഹത്തിൽ മസ്ലഹത്ത് തർജീഹ് ചെയ്ത്, അല്ല മസ്ലഹത്ത് കൂടുതൽ നിൽക്കുന്ന സന്ദർഭത്തിലും അതുപോലെ മഫ്സദത്ത് ഭയപ്പെടാത്ത സന്ദർഭത്തിലുമാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോൾ മസ്ലഹത്ത് നോക്കേണ്ടതുണ്ട്. ഒരു മുശ്രിക്കിനെ സന്ദർശിക്കുന്നത് കൊണ്ട് ഒരു മസ്ലഹത്ത് ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സന്ദർശിക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ മഫ്സദത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള കുഴപ്പങ്ങളുടെ ഭയം ഇല്ലാത്തപ്പോഴുമാണ് ചെയ്യേണ്ടത്. നമ്മളൊരു മുശ്രിക്കിനെ സന്ദർശിച്ചു, അതുകൊണ്ട് വലിയൊരു ഫസാദാണ്, മഫ്സദത്താണ് ഉണ്ടാവുക എങ്കിൽ എന്തില്ല,
അതിന്റെ ആവശ്യമില്ല. ചെല്ലാതെ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും വലിയ മസ്ലഹത്ത് എന്താണ്? അവന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നീ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിലാണ് ഇത് ഏറ്റവും അനുവദനീയമായിട്ടുള്ള ഘട്ടം. ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തിൽ കാണാം, ഫലമ്മാ മാത, ആ കുട്ടി അങ്ങനെ മരണപ്പെട്ടപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മരണപ്പെട്ടു. ഖാല സല്ലു അലാ സാഹിബിക്കും, സഹാബികളോട് പറഞ്ഞു നിങ്ങളുടെ ഈ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയുണ്ടായി. അപ്പോ മുശ്രിക്കായ ഒരു വ്യക്തിയെ രോഗസന്ദർശനം നടത്താം, മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, മഫ്സദത്ത് ഇല്ല എങ്കിൽ. പൊതുവായിട്ടൊരു കാര്യം, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും മസ്ലഹത്ത് നോക്കണം. അതുണ്ടെങ്കിൽ സന്ദർശിക്കാം. അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന ആളുകളോട്, മരണമാസന്നമായിട്ടുള്ള ആളുകളോട് ഇസ്ലാമിനെ പറ്റി പറയുന്നത് അത് മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, ആ ഘട്ടാന്നത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ബാബുമായ യഖൂലു ലിൽ മരീദ്, രോഗിയോട് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് രോഗിയോട് പറയേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹദീസുകൾ. عن عائشة رضي الله عنها أنها قالت, عائشة رضي الله عنها പറയുകയാണ്, لما قدم رسول الله صلى الله عليه وسلم المدينة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ, അഥവാ ഹിജറ ചെയ്ത് സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിൽ എത്തിയ ആദ്യ സമയത്ത്, മദീനയിൽ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അബൂബക്കറിൻ വ ബിലാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പനിയും മറ്റുമെല്ലാം. കാരണം മക്കയിൽ ഇത്രയും കാലം ജീവിച്ച് മദീനയിൽ എത്തിയപ്പോൾ കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അധികം ആളുകൾക്ക് ചില രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ബിലാൽ റളിയല്ലാഹു അൻഹും പനിയും അതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത് ഫദഖൽതു അലൈഹിമാ, അങ്ങനെ അവർ രോഗിയായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അവരെ സന്ദർശിക്കാൻ ചെന്നിരുന്നു. ഖുൽതു, അപ്പോ എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ അബത, എന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട്, കൈഫ തജിദുക, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അവസ്ഥ ചോദിച്ചു. വയാ ബിലാൽ, ബിലാൽ കൈഫ തജിദുക, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഖാല, അപ്പോ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന അബൂബക്കറിൻ ഇദാ അഖദത്ഹു അൽഹുമാ യഖൂൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി ബാധിക്കുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്ന ഒരു ബൈത്തുണ്ട്, ഒരു വാക്ക്. അത് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ, കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. കുല്ലു ഇംറിഇൻ, ഓരോ വ്യക്തിയും, മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, അവൻ അവന്റെ കുടുംബത്തിലാണ് രാവിലെ ഉണ്ടാകുന്നത്, പ്രഭാതത്തിൽ അവന്റെ കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത്, അവൻ പുറപ്പെടുന്നതൊക്കെ. വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, മരണമാണെങ്കിലോ അവന്റെ ചെരുപ്പിന്റെ വാറോളം അവൻ അടുത്ത് കിടക്കുന്ന അവസ്ഥയിലുമാണ്. അഥവാ തിരിച്ചും കുടുംബത്തിലേക്ക് മടങ്ങുന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും രാവിലെ ആളുകൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നൊക്കെ. പക്ഷേ മരണം അതിനേക്കാൾ, തിരിച്ചു കുടുംബത്തിലേക്ക് മടങ്ങുന്നതിനേക്കാൾ മരണം അടുത്തിട്ടുണ്ട് എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനിയെല്ലാം വരുമ്പോ, രോഗം വരുമ്പോ പറയാറുണ്ടായിരുന്നു. വകാന ബിലാൽ ഇദാ അഖ്ലഅ അൻഹു യർഫഉ അഖീറതഹു ഫയഖൂൽ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ രോഗിയായി കിടക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വരുമ്പോ അവിടുത്തെ പുതപ്പൊക്കെ നീക്കിക്കൊണ്ട് അവിടുന്ന് പറയുമായിരുന്നു, അലാ ലൈത ശഅരി ഹൽ അബൈതന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറുൻ വജലീലു വഹൽ അരിദൻ യൗമൻ മിയാഹു മിജന്നത്തിൻ വഹൽ യബ്ദൂന ലി ശാമത്തുൻ വതഫീലു. മക്കയിൽ നിന്ന് പോകുന്ന സമയമാണ്, അതിലെത്തിയിട്ടുള്ളൂ. ആ എത്തിയിട്ടുള്ള രോഗവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ മക്ക ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലം താമസിച്ച നാടും വീടും ഒക്കെ സ്ഥലത്തിനൊക്കെ ഓർമ്മ വന്നുകൊണ്ട് പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അലാ ലൈത ശിഅരി ഹൽ അബീതന ലൈലതൻ, ഞാൻ ഒരു രാത്രി കൂടിയും അവിടെ താമസിച്ചിരുന്നെങ്കിൽ. ബിവാദിൻ വഹൗലി ഇദ്ഖിറുൻ വജലീലു, ഇദ്ഖിർ ജലീൽ എന്നൊക്കെ പറഞ്ഞാൽ സുഗന്ധം ഉണ്ടാകുന്ന ചില ചെടികളാണ്, അതിന് ചുറ്റുമുള്ള സ്ഥലത്ത്. വഹൽ അരിദൻ യൗമൻ മിയാഹു മിജന്ന, മിജന്ന എന്നുള്ള അവിടുത്തെ താഴ്വരയിൽ അവിടുത്തെ വെള്ളം ഒക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. മക്കയുടെ അടുത്തുള്ള ചില നല്ല പ്രദേശങ്ങളാണ്, അവിടേക്ക് ഇനിയും ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന നിലക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഥവാ സ്വാഭാവികമായിട്ടും ഒരു നാടും തന്റെ നാടും ഇതൊക്കെ വിട്ടിട്ട് മാറി നിൽക്കുമ്പോൾ അവിടെ വന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അവിടുന്ന് പോകുന്നതിന്റെ വിഷമമുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഓർമ്മയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു രോഗത്തിന്റെ ഇടയ്ക്ക് ബോധം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. قال عائشة رضي الله عنها, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, فجئت رسول الله صلى الله عليه وسلم فأخبرته, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നുകൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ അറിയിച്ചു.
ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽ മദീന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മദീനയെ ഇഷ്ടമുള്ളതാക്കണമേ. കഹുബ്ബിന മക്കത ഔ അശദ്ദ, മക്കയോടുള്ള ഞങ്ങളുടെ ഇഷ്ടത്തിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കണമേ. വസഹിഹ, അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ കാലാവസ്ഥയും മറ്റും ഞങ്ങൾക്ക് യോജിച്ച രീതിയിലാക്കണമേ. വബാരിക് ലനാ ഫീ സാഇഹ വമുദ്ദിഹ, അവിടുത്തെ അളവ് സാധനങ്ങൾ വിൽക്കുമ്പോഴും എല്ലാം അളക്കുന്ന സാഉം മുദ്ദും എല്ലാം അതിൽ ബറക്കത്ത് വരികണമേ മദീനയിലെ. വൻഖുൽ ഹിമാഹ ഫജ്അൽഹ ബിൽ ജുഹ്ഫ, ഞങ്ങൾക്ക് ആളുകൾക്ക് ബാധിച്ചിട്ടുള്ള ഈ പനി അതിനെ നീ മാറ്റിക്കൊണ്ട് ജുഹ്ഫയുടെ പ്രദേശത്തേക്ക്, അവിടെ അന്ന് കുറെ ജൂതന്മാർ താമസം ഉണ്ടായിരുന്നു, ജുഹ്ഫയുടെ പ്രദേശത്തേക്ക് നീ അതിനെ മാറ്റണമേ, അതിനെ നീക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി സമയത്ത് പ്രാർത്ഥിക്കേണ്ടായി, ജുഹ്ഫയുടെ ഭാഗത്തേക്ക് മാറ്റി തരണമേ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. ജുഹ്ഫയുടെ ഭാഗത്തെന്ന് പറയാനുള്ള കാരണം അവിടെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചിരുന്ന, മുസ്ലിമീങ്ങളോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന എന്താണ് ചില ജൂതന്മാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹദീസിൽ നിന്ന് തന്നെ വളരെ തെളിവെടുത്തുള്ള ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ദുആ ചെയ്യാവുന്നതാണ്, ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യൽ അനുവദനീയമാണ് എന്നുള്ളതിന് ഇത് തെളിവായിട്ട് എടുക്കാറുണ്ട്. അവർക്ക് രോഗമായിട്ടോ അല്ലെങ്കിൽ നാശവുമായിട്ടോ എല്ലാം മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളോട് ഈ നിലക്ക് പ്രാർത്ഥിക്കാമെന്ന് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവെടുത്ത് കാണാം. അടുത്ത ബാബുമാ യുജീബുൽ മരീബ്, ഒരു രോഗി മറുപടി പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇത് ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിൽ കുറച്ചു ഭാഗമേ ഈ അബ്ദുൽ ഗഫൂറിൽ കൊടുത്തിട്ടുള്ളൂ, അത് വായിച്ചിട്ട് അതിന് കൂടുതൽ പറയാം. عن سعيد بن عمرو بن سعيد قال دخل الحجاج على ابن عمر وانا عنده. സഈദ് ബിൻ അംർ ബിൻ സഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഹജ്ജാജ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തുണ്ടായിരുന്ന സമയത്ത്. ഫഖാല, എന്ന് ചോദിച്ചു, കൈഫ ഹുവ, എങ്ങനെയുണ്ട് ചോദിച്ചു ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ. ഖാല സാലിഹുൻ, നല്ല അവസ്ഥയിലാണ്, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഖാല മൻ അസാബക്, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് ഇത് ബാധിപ്പിച്ചത്, ആരാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത്? ഖാല, ഇബ്നു ഉമർ പറഞ്ഞു, അസാബനി മൻ അമറ ബിഹംലി സിലാഹി ഫി യൗമിൻ ലാ യഹില്ലു ഫീഹി ഹംലുഹു യഅനി അൽ ഹജ്ജാജ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഈ ബുദ്ധിമുട്ട് ബാധിപ്പിച്ചത് ആരാണോ ഹറമിലേക്ക് ഈ ആയുധങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുവാദം നൽകിയത് അവനാണ് എന്ന് പറഞ്ഞു. അതായത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഹറമിന്റെ അകത്ത് പ്രവേശിച്ചിരുന്ന സന്ദർഭത്തിലോ, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹന പുറത്തോ എന്തോ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരാളുടെ കുന്തമോ വാളോ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലിൽ തട്ടി മുറിവേൽക്കുകയുണ്ടായി. അന്ന് ഹറമിൽ ആയുധങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിയമം ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഹജ്ജാജിന്റെ സംരക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ ഹജ്ജാജിന്റെ ഒപ്പമുള്ള ആളുകൾ, ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ അന്ന് ഹിജാസിലെ അമീർ ആയിരുന്നു, വളരെ ക്രൂരനായിരുന്ന, വളരെയധികം അക്രമങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഹിജാസിന്റെ അമീർ ആയിട്ടുണ്ടായിരുന്ന ഹജ്ജാജ്. മുസ്ലിമീങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഹജ്ജാജിന്റെ ഒപ്പമുള്ള ആളുകൾ ഹജ്ജാജിന്റെ പ്രത്യേക അനുമതി പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വാളും അതുപോലെ തന്നെ അമ്പും എല്ലാ കാര്യങ്ങൾ ഹറമിന്റെ അകത്തേക്ക് അഥവാ മസ്ജിദുൽ ഹറമിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലിലോ മറ്റോ വാളോ അമ്പോ എന്തും കൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്താണ് ഹജ്ജാജ് എങ്ങോട്ട് വരുന്നത്, ഇബ്നു ഉമറിനെ സന്ദർശിക്കാൻ വരുന്നത്. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരാണ് ഇതായത്, ആരാണ് നിങ്ങളെ വേദനിപ്പിച്ചത്, ആരാണ് നിങ്ങൾക്ക് ഈ മുറിവുണ്ടാക്കിയത് ചോദിക്കാം. കാരണം അവനെതിരെ ശക്തമായ നടപടി എടുക്കാം. ചില റിവായത്തിൽ ചരിത്രത്തിൽ കാണാം അൻതല്ലദീ അസാബനി എന്ന് പറയുന്നത് ഇബ്നു ഉമർ, നീയാണ് എനിക്കിത് ഉണ്ടാക്കിയത് എന്നുള്ളത്. കാരണം ഹജ്ജാജിനെതിരെ അന്ന് ആരും അങ്ങനെ പറയില്ല. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു അൻതല്ലദീ അസാബനി, നീയാണ്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ ആരാണോ അവിടെ ആയുധം കയറ്റാൻ അനുവാദം കൊടുത്തത് അവനാണ് എന്നെ ഈ ബാധിപ്പിച്ചത് എന്ന നിലക്ക് ഹജ്ജാജ് ആണ് കാരണം, നിങ്ങൾ തന്നെയാണ് കാരണം എന്ന നിലക്ക് ഇബ്നു ഉമർ മറുപടി പറയുകയുണ്ടായി എന്ന സംഭവമാണിത്. അപ്പോ ഒരു രോഗി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ മറുപടി പറയുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ സഹാബികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്
എന്നറിയിക്കാനാണ് ഈ സംഭവം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബു മൻ കരിഹ ലിൽ ആഇദി അൻ യൻദുറ ഇലൽ ഫുദൂൽ മിനൽ ബൈത്ത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലർക്കും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അറിവില്ലാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗസന്ദർശനത്തിന് വേണ്ടി ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിലെ മറ്റു പലതിലേക്കും അനാവശ്യമായി നോക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹ് ബിൻ അബിൽ ഹുദൈൽ ഖാല, അബ്ദുല്ലാഹ് ബിൻ അബിൽ ഹുദൈൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദഖല അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അലാ മരീദിൻ യഊദുഹു. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. വമഅഹു ഖൗമുൻ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. വഫിൽ ബൈത്തി ഇംറഅത്തുൻ, അങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. ഫജഅല റജുലുൻ മിനൽ ഖൗമി യൻദുർ ഇലൽ മർഅ, ആ ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ ഒരു വ്യക്തി ആ സ്ത്രീയെ നോക്കുന്നത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു. ആ സ്ത്രീയെ നോക്കുന്നത്. ഫഖാല ലഹു അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറഞ്ഞു, ലൗ അൻഫഖഅത് ഐനുക കാന ഖൈറൻ ലക്, നീ നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പുറത്തേക്ക് ഇടുന്നതാണ് ഇതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. നിന്റെ കണ്ണുകൾ പുറത്തേക്ക് എടുക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഈ ഒരു ഹദീസ് അന്യ സ്ത്രീകളെ നോക്കുക അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അത് മാത്രമല്ല അറിയിക്കുന്നത്. അന്യ സ്ത്രീകളെ നോക്കൽ അത് ഹറാമാണ്, അല്ലെങ്കിൽ ദൃഷ്ടി താഴ്ത്തണം, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ആവർത്തി നോക്കുക, അതിന്റെ ഗൗരവം എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതുള്ള ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ ആശയമാണ്. ആ ഹദീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൗ അന്ന ഇംറഅൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ അനുവാദമില്ലാതെ നിന്റെ വീട്ടിലേക്കോ മറ്റോ ഒരാൾ എത്തി നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒളിഞ്ഞു നോക്കുകയാണ് എങ്കിൽ, എന്നിട്ട് ഫഹദഫ്തഹു ബിഹസാത്തിൻ ഫബഖഅത് ഐനുഹു, നീ വല്ല വടി കൊണ്ട് കുത്തിയിട്ട് അവന്റെ കണ്ണ് ചൂഴ്ന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും ലം യകുൻ അലൈക ജുനാഹ്, നിന്റെ മേലെ ഒരു കുറ്റം ഉണ്ടാവില്ല, അതിന്റെ പേരിൽ നിനക്ക് പകരം ശിക്ഷ നൽകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ ഒളിഞ്ഞു നോക്കുക മറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ വടിയെടുത്ത് കുത്തുകയാണ്, അതിന് അവന്റെ കണ്ണ് പൊട്ടിപ്പോവാണ്. അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരാളുടെ കണ്ണ് ശരിയില്ലാത്ത ചെയ്ത പകരം അവന്റെ കണ്ണ് എടുക്കേണ്ടി വരും, ഖിസാസ് ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന്റെ മേലെ ചെയ്താൽ ഇതിന്റെ മേലെ കുറ്റമില്ല എന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. അത് വേറൊരാളുടെ സ്വകാര്യതയിലേക്ക്, വേറൊരാളുടെ വീട്ടിലേക്ക് അനാവശ്യമായി നോക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചും വേറൊരാളുടെ വീട്ടിലേക്ക്, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് വേറൊരാളുടെ വീട്ടിലേക്ക് രോഗസന്ദർശനത്തിനും മറ്റുമായിട്ടൊക്കെ നമ്മൾ പോകും. ആ സമയത്ത് ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും അതെടുത്ത് വെക്കുക, ഇതെടുത്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ എല്ലാം നോക്കി നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ വന്നതാണ്, അതവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ നോക്കി അവർക്കൊരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇവിടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ഗൗരവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, അത് ഭാര്യയോ മക്കളോ അടിമ സ്ത്രീയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം, ആ സ്ത്രീയെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ നോക്കിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഗൗരവം പറയാണ്. അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആ വീട്ടിൽ ചെന്ന് അനാവശ്യമായിട്ടുള്ള കാര്യം നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഹദീസിന്റെ ആശയം. രണ്ട്, ഒരു അന്യ സ്ത്രീയെ നോക്കി. രണ്ടിനും കൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതിനേക്കാൾ നല്ലത് നിന്റെ കണ്ണ് നീ ചൂഴ്ന്ന് പുറത്തേക്ക് ഇടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ അവർ കാണിക്കേണ്ട, അവർ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ആ രോഗിയെ സന്ദർശിക്കുക, അവിടുത്തെ കാര്യം ചെയ്യുക. അല്ലാതെ ആ വീട്ടിലുള്ള എല്ലാ കാര്യവും നോക്കി അവിടുത്തെ എല്ലാത്തിലേക്കും അനാവശ്യമായ നോട്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ദൃഷ്ടി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ വെറും സ്ത്രീകളിലേക്ക് മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ദൃഷ്ടി താഴ്ത്തേണ്ടതുണ്ട്. അടുത്ത ബാബ്, ബാബുൽ ഇയാദത്തി മിനർ റമദ്. കണ്ണിന് ബാധിക്കുന്ന ഒരു തരം രോഗമാണ് റമദ് എന്ന് പറയുന്നത്. അഥവാ നമ്മളൊക്കെ ചെങ്കണ്ണ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു തരം രോഗമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള രോഗികളെ കണ്ടാൽ അത് രോഗം പകരും, അത് എനിക്ക് ബാധിക്കും, അങ്ങനെയൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സന്ദർശിക്കാൻ പറ്റൂല്ലേ ആ വിഷയത്തിൽ പറയാണ്. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഖാല, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, റമിദത് ഐനി ഫആദനി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കണ്ണിന് ഇതുപോലെയുള്ള ഒരു അസുഖം ബാധിച്ചിരുന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വന്ന് ആ സമയത്ത് സന്ദർശിച്ചിട്ടുണ്ട്, രോഗ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാണ്.
അപ്പോ ചില ആളുകൾ ഈ അഭിപ്രായമുണ്ട്, ഇതുപോലുള്ള രോഗങ്ങൾ സന്ദർശിക്കാൻ പാടില്ല എന്ന നിലക്ക് അഭിപ്രായപ്പെട്ടത് കാണാം. അവർക്കുള്ള മറുപടി ആയിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി അതുപോലെ മറ്റു പല പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ അതിന് മറുപടി ആയിട്ട് പറയാറുണ്ട്. ഇതുപോലെയുള്ള രോഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്ന തെളിവായിക്കൊണ്ട് പിന്നെ പറയാറുണ്ട്. അത് ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുള്ള വിഷയമാണ്. എന്നാൽ സന്ദർശിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാർ എടുക്കാറുള്ള ഒരു തെളിവാണ് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള രോഗങ്ങളുടെ സമയത്തും രോഗസന്ദർശനം നടത്താം എന്നുള്ളത്. അടുത്തത് അൻ അനസ് قال سمعت النبي صلى الله عليه وسلم يقول قال الله عز وجل إذا ابتليته بحبيبتيه يريد عينيه ثم صبر عوضته الجنة. കണ്ണിന് രോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, രോഗം ബാധിക്കുമ്പോൾ ആ രോഗി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഹദീസ് കൊടുക്കുന്നത്. ഖുദ്സിയായ ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇദ ബതലൈതുഹു ബിഹബീബതൈഹി, ഞാൻ പരീക്ഷിക്കുകയാണ്, ഒരു അടിമയെ പരീക്ഷിക്കുകയാണ്, ബിഹബീബതൈഹി, അവന്റെ പ്രിയപ്പെട്ട അവന് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ, യുരീദു ഐനൈഹി, ഉദ്ദേശിക്കുന്നത് അവന്റെ രണ്ട് കണ്ണുകൾ, സുമ്മ സബറ, അതായത് അവന്റെ കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ ബുദ്ധിമുട്ടോ കൊണ്ട് ഒരു അടിമയെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. എന്നിട്ട് അവൻ അതിൽ ക്ഷമിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് ഞാൻ അംഗീകരിക്കണമെന്ന് നിലക്ക് അവന് ക്ഷമിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അവ്വൽതുഹു അൽ ജന്ന, അവന് പകരം ഞാൻ സ്വർഗം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് ഒരു മനുഷ്യന് ഒരു പക്ഷേ അവന്റെ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ അവന് ഏറ്റവും വിലപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. കണ്ണില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി. കുറച്ചു നേരം നമ്മളൊരു ചെയ്യണം എന്നല്ല, ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ദിവസം നമ്മുടെ കണ്ണ് മുഴുവനായിട്ട് അടച്ച് ഇട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ട് നമ്മുടെ ജീവിതത്തിലെ നിത്യമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ ശ്രമിക്കുക എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ്. നമുക്ക് സാധിക്കൂല, കുറച്ചു നേരം പോലും നമുക്ക് സാധിക്കൂല. കണ്ണ് വലിയൊരു അനുഗ്രഹമാണ്. ആ കണ്ണിനുള്ള അനുഗ്രഹത്തിന്റെ പകരം പോലും നമ്മൾ ഈ മരണം വരെ സുജൂദിലായി കിടന്നാൽ പോലും ആവില്ല എന്നാണ്. അത്ര വലിയ അനുഗ്രഹമാണ്. അപ്പൊ അത് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിന് രോഗം ബാധിക്കുന്ന, കാഴ്ചശക്തി ഇല്ലാതാവുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ട് അതിലൊരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം പകരം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എന്ത് ചെയ്യാണ് പറയാണ്. عن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم قال ഇതുപോലെ തന്നെ അടുത്തൊരു ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, يقول الله يا ابن آدم, അല്ലാഹു പറയുന്നു, ഏ മനുഷ്യ, إذا أخذت كريمتيك, നിനക്ക് വളരെ ആദരവുള്ള അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും നീ വില കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ എടുക്കുകയാണെങ്കിൽ, فصبرت عند الصدمة, അങ്ങനെ അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നീ ക്ഷമിക്കുകയാണ്. ചില ആളുകളുണ്ടാവും സ്വദ്മത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഉണ്ടായ സമയത്ത് തന്നെ. ചില ആളുകളൊക്കെ കഴിഞ്ഞ് ഒരു വഴിയില്ലാതെ ആകുമ്പോൾ അവസാനം ക്ഷമിക്കലുണ്ട്. അതല്ല, എന്തെങ്കിലും മുസീബത്ത് ബലവ ബാധിക്കുമ്പോൾ അതിന്റെ ആദ്യത്തിൽ തന്നെ നീ ക്ഷമിക്കുകയാണ്. വഹ്തസബ്ത, എന്നിട്ട് എന്നിൽ നീ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. ലം അർദലക സവാബൻ ദൂനൽ ജന്ന, സ്വർഗമല്ലാതെ ഒന്നും നിനക്ക് ഞാൻ തൃപ്തിപ്പെടൂല, അഥവാ സ്വർഗം എന്തായാലും നിനക്ക് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ കണ്ണ് എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. പല ആളുകളെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരനെ നാം കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ ചിലപ്പോൾ ഒരു പക്ഷേ ദർശകളൊക്കെ കേൾക്കുന്നതാണ്, ചിലപ്പോൾ ഈ സംസാരം കേൾക്കുമായിരിക്കാം. അവനെ ഞാൻ നേരിട്ട് കണ്ടത് കണ്ണൂരിൽ വെച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവന് ഒരു പ്രത്യേക അസുഖം വന്നിട്ട് കാഴ്ച മങ്ങി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഏകദേശം പൂർണ്ണമായ അവസ്ഥയിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ഇന്നവന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, അല്ലാഹു അലം. 2-3 വർഷം മുമ്പ് കണ്ടതാണ്. അപ്പോ അവന് നേരിട്ട് കണ്ടപ്പോൾ അവനോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ അതിന് മുമ്പൊരു ദർസില് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹു ദാരി സഅദയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കണ്ണ് നഷ്ടപ്പെട്ടവന് ദുനിയാവെ നഷ്ടപ്പെടുള്ളൂ, ചെവി നഷ്ടപ്പെട്ടവന് പരലോകം നഷ്ടപ്പെടുന്ന ഒരു വാക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ണിന് കാഴ്ച ഒരാൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിന്റെ ഫിത്ന ഒന്നും അവന് കാണണ്ട, അതേസമയം ദീനിന്റെ നസീഹത്ത് അവൻ എന്ത് ചെയ്യാം? കേൾക്കാം. എന്നാൽ കേൾവി ശക്തി നഷ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥയോ, ദുനിയാവിന്റെ ഫിത്നകളൊക്കെ അവന് കാണണം,
അതേ സമയത്ത് നസീഹത്ത് കേൾക്കാനും സാധിക്കില്ല. അതുകൊണ്ട് വന്യന്മാർ പറയുന്ന ഒരു വാക്കാണ്, കണ്ണ് നഷ്ടപ്പെട്ടവന് ദുനിയാവ് പോകുള്ളൂ, ചെവി നഷ്ടപ്പെട്ടവന് പരലോകം പോകുമെന്ന്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, സഹാബികളിൽ ധാരാളം ആളുകൾ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് വന്ന പണ്ഡിതന്മാരിൽ പല ആളുകളും. പക്ഷെ കേൾവി ശക്തി നഷ്ടപ്പെട്ടത് വളരെ കുറവാണ് എന്ന നിലക്ക്. അപ്പൊ അത് ദർസിൽ പറഞ്ഞിരുന്നു. അപ്പൊ അവനെ കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് നല്ല സമാധാനം ഉണ്ടായ ഒരു കാര്യമായിരുന്നു. അപ്പോ വളരെ വിലപിടിച്ച ഒരു കാര്യമാണ് കണ്ണ്, കാഴ്ചശക്തി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാഴ്ചശക്തി ഹറാമായ നിലക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ലജ്ജിക്കണം. തെറ്റാണ്, ശിക്ഷ ഭയം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കഴിവുള്ള തന്നുകൊണ്ടാണല്ലോ ആ കാഴ്ച കൊണ്ട് ഹറാമായതിലേക്ക് നമ്മൾ നോക്കുന്നത്. അതിലൊരു അള്ളാഹുവിനോടൊരു ലജ്ജ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തആല പറയാണ്, അതിലെന്തെങ്കിലും പരീക്ഷണം വന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ പകരം സ്വർഗമാണ് നിനക്ക് ഞാൻ നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇത് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിന് ബാധിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ അത് വളരെ വലുതാണ്. അത് ഈ കണ്ണിന്റെ കാഴ്ചശക്തിയുമായി ബന്ധ രോഗമാണ് റമദ് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് കൊടുത്തത്. ബാബു ഐന യഖഅദു അൽ ആഇദ്, എവിടെയാണ് ഒരു സന്ദർശകൻ, രോഗിയെ സന്ദർശിക്കാൻ പോയാൽ ഒരു സന്ദർശകൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്തത് വന്നിട്ടുള്ളത്. عن ابن عباس رضي الله عنهما قال, ابن عباس رضي الله عنه പറയാണ്, كان النبي صلى الله عليه وسلم إذا عاد المريض جلس عند رأسه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ ആ രോഗിയുടെ തലയുടെ ഭാഗത്ത് ഇരിക്കാറുണ്ടായിരുന്നു. അഥവാ പൊതുവെ നല്ല രോഗം ബാധിച്ച ആളുകൾ കിടപ്പിലാവുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ രോഗിയുടെ തലഭാഗത്താണ് ഇരിക്കാറുള്ളത്. ثم قال 7 مرار, എന്നിട്ട് 7 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യശ്ഫിയക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 തവണ. വേറെയും ദുആകൾ വന്നിട്ടുണ്ട്, ഈ ദുആ പറയാറുണ്ട്, അസ്അലുല്ലാഹൽ അദീം, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. എങ്ങനെയുള്ള അല്ലാഹ്? മഹാനായിട്ടുള്ള, അദീമായിട്ടുള്ള, മഹത്തരമായ വിശേഷണങ്ങളുള്ള അല്ലാഹുവിനോട്. റബ്ബൽ അർശിൽ അദീം, അദീമായ അർശിന്റെ റബ്ബാണ് അവൻ. അയ്യശ്ഫിയക, നിന്നെ ശിഫ നൽകാൻ വേണ്ടി എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഫൈൻ കാന ഫീ അജ്ലിഹി തഖീർ ഊഫിയ മിൻ വജഇഹി, അവന് ആയുസ്സിൽ എന്തെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അവൻ അല്ലാഹു തആല ആഫിയത്ത് നൽകാറുണ്ടായിരുന്നു എന്ന് പറയാം. അതായത് ആ രോഗം ബാധിച്ച ആള് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവന് മരണത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ മരണപ്പെടും. അതല്ല, അവന് ആയുസ് ബാക്കിയുണ്ട് എങ്കിൽ അവൻ എന്തുണ്ടാവാറുണ്ട്? അവൻ ആ രോഗത്തിൽ നിന്ന് അല്ലാഹു തആല അവന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അവനെ ആഫിയത്ത് നൽകാറുണ്ടായിരുന്നു എന്ന് പറയാം. ഈ മരണം എന്നുള്ളത് ശിഫ ആണ്, വലിയൊരു ശിഫ ആണ് മരണം എന്നുള്ളത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, രോഗവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പൊ മരണം എന്നുള്ള അവസ്ഥ ഇല്ല എങ്കിൽ പിന്നെ അവന് ആരോഗ്യമുള്ള, അവന് ആയുസ് നീട്ടി കിട്ടുകയാണെങ്കിൽ അവന് ശിഫ ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നാണ് അറിയിക്കുന്നത്. അടുത്ത ഹദീസ് ബാബിൽ അൻ റബീഅ ഇബ്നു അബ്ദുല്ലാഹ് ഖാല ذهبت مع الحسن إلى قتادة نعوده فقعد عند رأسه فسأله ثم دعا له قال. റബീഅ ഇബ്നു അബ്ദുല്ലാ അദ്ദേഹം പറയാണ്, ഞാൻ ഹസനോടൊപ്പം, ഹസൻ എന്ന് പൊതുവെ പറയുന്നത് ഹസൻ ബസ്രി റഹിമഹുള്ളയാണ്, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഖതാദയെ, താബിഈ പണ്ഡിതനാണ്, ഖതാദയെ സന്ദർശിക്കാൻ പോയി. ഫഖഅദ ഇൻദ റഅസിഹി, അങ്ങനെ ഹസൻ ബസ്രി അദ്ദേഹത്തിന്റെ തലഭാഗത്തായിക്കൊണ്ടിരുന്നു കൊണ്ട് ഫസഅലഹു ثم دعا له, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. ഖാല അല്ലാഹുമ്മ ഇശ്ഫി ഖൽബഹു അല്ലാഹുമ്മ ഇശ്ഫി സഖ്മഹു, അല്ലാഹുവിന്റെ ഖൽബിന് നീ ശിഫ നൽകണമേ, ഇവന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ എന്ന് ഹസൻ ബസ്രി പ്രാർത്ഥിച്ചിരുന്നു എന്ന് താബിഈയായിട്ടുള്ള റബീഅ ഇബ്നു അബ്ദുല്ല അറിയിക്കുകയാണ്. അഥവാ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ രീതിയാണ് ഒരാൾ രോഗിയായി കിടന്നാൽ സന്ദർശിക്കുക എന്നുള്ളത്. ആ സന്ദർശിക്കുന്ന സമയത്തുള്ള അദബിൽപ്പെട്ടതാണ് അയാളുടെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് അയാളുടെ കാര്യങ്ങൾ എന്താണ് രോഗത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കൽ, അയാളെ സമാധാനിപ്പിക്കൽ, അതുപോലെ തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ബാബുകളും കാര്യങ്ങളും കഴിഞ്ഞു. അടുത്ത ചില ബാബുകളാണ് അടുത്ത വർഷത്തിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.